ലൈവ് അപ്ഡേറ്റ്സിലേക്കാണ് പോകുന്നത്. ടാസ്കിന്റെ അവസാന റൗണ്ട്, അതായത് പണിപ്പുരയിൽ പോകാനായിട്ടുള്ള റൗണ്ടാണ് ഇപ്പൊ കുറച്ചു മുമ്പ് കഴിഞ്ഞത്. അനീഷിന് ആ ഒരു റൗണ്ടിൽ ലഭിച്ചത് 10 വൈറ്റ് സ്റ്റോൺസ് ആണ്. ആര്യന് ലഭിച്ചത് 15 വൈറ്റ് സ്റ്റോൺസ്, അഭിലാഷിന് ലഭിച്ചത് 8 വൈറ്റ് സ്റ്റോൺസ്, ജിസേലിനും റെനയ്ക്കും അക്ബറിനും ലഭിച്ചത് 7 വൈറ്റ് സ്റ്റോൺസ് വെച്ചിട്ടാണ്. പിന്നെ ബിഗ് ബോസ് ഇതിനെ ഒരു സ്കോർ ബോർഡ്, ലീഡർ ബോർഡ് ഫോർമാറ്റിൽ പോയിന്റ്സ് ഒക്കെ വെച്ചിട്ട് അനൗൺസ് ചെയ്യുന്നുണ്ട്. റെനയ്ക്ക് ലഭിച്ചത് 26 പോയിന്റ്സ് ആണ്. ഈ 2 ദിവസത്തെയും കൂടിയാണ് കേട്ടോ പറയുന്നത്. അനീഷ് 26 പോയിന്റുകൾ, ജിസേല് 26 പോയിന്റുകൾ, ബെന്നി 27 പോയിന്റുകൾ, ഷാനവാസ് 29 പോയിന്റുകൾ, അഭിലാഷ് 29, ആര്യൻ 36, അക്ബർ 37. ഈ ഒരു ടാസ്കിൽ വിജയിച്ചത് അക്ബറാണ്. ക്ലിയർലി അക്ബറിന് മാത്രമാണ് പണിപ്പുരയിൽ പോകാനായിട്ട് യോഗ്യതയുള്ളത് നിലവിൽ. എന്തായാലും വീക്ക്ലി ടാസ്ക് അവസാനിച്ച സ്ഥിതിക്ക് ക്യാപ്റ്റൻസി നോമിനേഷനിൽ വരാൻ പോകുന്നത് ഈ ടാസ്കിന്റെ ലീഡർ ബോർഡ് അനുസരിച്ച് തന്നെ ആയിരിക്കും. അക്ബറും അഭിലാഷും ആര്യനും ഒക്കെ തന്നെ ആയിരിക്കും ക്യാപ്റ്റൻസി ടാസ്കിൽ മത്സരിക്കാൻ പോകുന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത്. നമുക്ക് നോക്കാം എങ്ങനെയായിരിക്കും എന്ന്. ഇവരല്ലാതെ ആരും വരാനായിട്ട് സാധ്യതയില്ല. കാരണം ബാക്കിയുള്ള എല്ലാവരും തന്നെ ഫസ്റ്റ് റൗണ്ടിൽ തന്നെ, ഏറ്റവും തുടക്കത്തിൽ തന്നെ ഔട്ടായവരാണ്. ഫസ്റ്റ് ഡേ തന്നെ ഔട്ടായവരാണ്. നാളെ ആയിരിക്കും ജയിലും അതേപോലെ തന്നെ ക്യാപ്റ്റൻസി ഒക്കെ നടക്കുക. കൂടുതൽ അപ്ഡേറ്റുകളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.